സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ നടത്തിയ വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ ശ്രദ്ധിച്ചോണേ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ര ശക്തമായി ഇടപെടുന്ന ഒരു ദിവസമാണ്. മനുഷ്യന്റെ പദ്ധതികൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ പദ്ധതികൾ ആരംഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഈ ശുശ്രൂഷ സമയത്ത് കൃത്യമായിട്ട് മനസ്സിൽ ഉറപ്പിക്കണം, എൻ്റെ ജീവിതത്തിലെ അനേക പദ്ധതികൾ, അനേക കണക്കുകൂട്ടലുകൾ, അനേക ചിന്തകൾ ഒരുപക്ഷെ പാളിപ്പോയിട്ടുണ്ടാവും, പരാജയമടഞ്ഞിട്ടുണ്ടാവും, വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുള്ള സങ്കടം ഉണ്ടാവും. എന്നാൽ ഇന്നത്തെ ദിവസം എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിന്റെ ജീവിതത്തിൽ നിന്റെ പദ്ധതികളും കണക്കുകൂട്ടലുകളും കാഴ്ചപ്പാടുകളും തകർന്നു പോയപ്പോൾ ദൈവത്തിന്റെ പദ്ധതി ആരംഭിക്കുകയായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദേ യേശുവിനെ കല്ലറയിങ്കൽ അടക്കം ചെയ്തതോടുകൂടി അവന്റെ അധ്യായം, ചരിത്രം തീർന്നുവെന്ന് ആര് കരുതി? യഹൂദന്മാര് കരുതി, പട്ടാളക്കാര് കരുതി. എന്നാൽ മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ അവസാനിച്ചിടത്ത് ദൈവം തൻ്റെ പദ്ധതി ആരംഭിക്കുകയായിരുന്നു. വലതുകര ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ദിവസം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷവും സമ്പത്തും അതാണ്. അതായത് നമ്മൾ വിശ്വസിക്കുകയാണ്, ദൈവമേ എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ തന്നെ, എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ തന്നെ, എൻ്റെ കണക്കുകൂട്ടലുകളും എൻ്റെ കാഴ്ചപ്പാടുകളും ഞാൻ വിചാരിച്ചിരുന്ന പോലെ അല്ലേ. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, അയ്യോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, ഞാൻ ഇങ്ങനെയൊന്നും കണക്ക് കൂട്ടിയില്ല, എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയൊന്നുമല്ല. ദേ നമ്മുടെ കാഴ്ചപ്പാടും കണക്കുകൂട്ടലുകളും ചിന്തകളും ഒക്കെ അവസാനിക്കുന്നിടത്ത് ദൈവം തൻ്റെ പദ്ധതി ആരംഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ മനുഷ്യന്റെ പദ്ധതികൾ അവസാനിക്കുന്നിടത്ത്, എല്ലാം തീർന്നു എന്ന് കരുതുന്നിടത്ത് ദൈവം ആരംഭിക്കുന്നു എന്നുള്ളതിന് വിശുദ്ധ ഗ്രന്ഥം കൊടുക്കുന്നൊരു പേരാണ് മൂന്നാം പക്കം, മൂന്നാം ദിനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷ സമയത്ത് പുതിയ നിയമത്തിൽ ഈ മൂന്നാം ദിനത്തെ പ്രതിപാദിക്കുന്ന ചില മേഖലകൾ നമ്മളൊന്ന് പഠിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ വായിക്കുന്ന ഒരു വചനഭാഗം, അത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 46-ാം തിരുവചനമാണ്. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 46. വചനം ഇങ്ങനെയാണ്: 3 ദിവസങ്ങൾക്ക് ശേഷം അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. എത്ര ദിവസങ്ങൾക്ക് ശേഷം? 3-ാം പക്കം, 3 ദിനങ്ങൾക്ക് ശേഷം ഇതാ യേശുവിനെ അവര് ദേവാലയത്തിൽ കണ്ടെത്തി. നമുക്കറിയാം, 12 വയസ്സായപ്പോൾ യേശുവിനെയും കൂട്ടി മാതാപിതാക്കൾ ദേവാലയത്തിൽ പോയതാണ് വചനഭാഗം. അവിടെ ചെന്നപ്പോൾ അവനെ കാണാതെ പോയി. എത്രാമത്തെ ദിവസമാണ് കണ്ടെത്തുന്നത്? 3-ാം ദിനം, 3-ാം പക്കം, 3-ാം പക്കം. ഈ കാണാതെ പോയത്, പ്രത്യേകിച്ച് കടലിനെ കുറിച്ചൊക്കെ അറിയാവുന്നവർക്കറിയാം, കടലിൽ ഒരാൾ കാണാതെ പോയാൽ എത്രാം ദിനം കരയിലടയുന്ന പറയുന്നേ? 3-ാം ദിനത്തിൽ കരയിൽ അടിയുമെന്നാണ് കരക്കാര് പറയാറ്. 3-ാം പക്കം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദേ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോനെ കാണാതെ പോയി 3-ാം ദിനത്തിൽ കണ്ടെത്തുന്ന ആ വലിയ ഒരു ആത്മീയ രഹസ്യത്തെ ഇന്ന് ഈ ഈസ്റ്ററിൻ്റെ ദിനത്തിൽ നമ്മുടെ മുമ്പിൽ ഈശോ പഠിപ്പിക്കുമ്പോൾ എന്താ ആഗ്രഹിക്കണമെന്നറിയോ? ദേ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോണേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഏതെങ്കിലും ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഈസ്റ്റർ ദിനം നിന്നോട് പറയുന്നു,
നഷ്ടപ്പെട്ട ബന്ധങ്ങളെ തിരിച്ചു പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേ മകനെ കാണാതെ പോയി. മകനെ കാണാതെ പോയി. ഒരപ്പൻ്റെ സങ്കടം, ഒരമ്മയുടെ സങ്കടം. അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുവാണ്. അവർ വിചാരിച്ചു, എന്ത് വിചാരിച്ചു? അവരുടെ കൂടെ ഉണ്ടാകും, ഇവരുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ ഇതുപോലെ കുറേ വിചാരങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അല്ലേ? നമ്മൾ ചില കാര്യങ്ങളിൽ പറയത്തില്ലേ, ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെയുള്ള പല വിചാരങ്ങളും ഉണ്ടാവും. ഈ വചനഭാഗം എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നഷ്ടപ്പെട്ട നിന്റെ ബന്ധങ്ങളെ തിരിച്ചു പിടിക്കണം. നിന്റെ മാതാപിതാക്കളോടുള്ള ബന്ധം എങ്ങനെ? ഒരുപക്ഷെ പ്രായമായി വീടുകളിലൊക്കെ കിടപ്പായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ സഹോദരന്മാരോ സഹോദരിമാരോ ആയിരിക്കും അവരെ നോക്കുന്നത്. ഈസ്റ്റർ ദിനത്തിൽ അവരോടൊരു സ്നേഹബന്ധം പുലർത്തണ്ടേ? നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധത്തെ വീണ്ടും നമുക്കൊന്ന് ഉറപ്പിക്കണ്ടേ? നിങ്ങളുടെ സഹോദരങ്ങളോടുള്ള ബന്ധം എങ്ങനെ? ഈസ്റ്റർ ദിനം ഒരു ധ്യാനത്തിൻ്റെയും കൂടെ ദിവസമാണ്. ഇപ്പൊ ചിലർ ചിന്തിക്കും, അയ്യോ 50 ദിവസങ്ങൾ നോമ്പ് ഉപവാസവും ധ്യാനവും തന്നെ ആയിരുന്നു, ഇനിയും ധ്യാനോ വേണമെന്ന്. ശ്രദ്ധിച്ചോണേ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ബന്ധങ്ങളെ തിരിച്ചു പിടിക്കുന്നതിനുള്ള ദിനമാണ് ഈ ദിനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളോടുള്ള ബന്ധം എങ്ങനെയാ? സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ നീരസമുണ്ടോ? ഒന്ന്, നിങ്ങളുടെ സഹോദരങ്ങളുടെയൊക്കെ വീട്ടിലോട്ടൊന്ന് കടന്നു ചെല്ലണം. നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നതാണെങ്കിൽ, ദൂരം ഉള്ളെങ്കിൽ ഒന്ന് ചെല്ലണം. ഇനിയിപ്പോൾ ദൂരം ഉണ്ടെങ്കിൽ ഫോണൊക്കെ വിളിക്കണം. ചിലപ്പോൾ ചിലർ ചിന്തിക്കും, അവരിങ്ങോട്ട് വിളിക്കട്ടെ. അല്ല, നമ്മൾ അങ്ങോട്ട് വിളിക്കണം. അപ്പം നമ്മൾ ചിലർ പറയും, അങ്ങനെയല്ല എൻ്റെ വീട്ടിലെ രീതി, അവരിങ്ങോട്ട് വിളിക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ, അവരിങ്ങോട്ട് വരട്ടെ, അവരിങ്ങോട്ട് വിളിക്കട്ടെ, അവരാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. അല്ല, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നിങ്ങളും എടുക്കേണ്ട ഒരു നിലപാട്, നമ്മളാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്, നമ്മളാണ് വിളിക്കേണ്ടത്, നമ്മളാണ് തേടിപ്പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, എന്ത്, അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, നമ്മളിങ്ങനെ പല കാര്യങ്ങളും വിചാരിച്ചു കൊണ്ടിരിക്കും. ഈശോ പറയുന്നു, നിന്റെ വിചാരങ്ങൾക്കപ്പുറം ഇന്നെടുക്കേണ്ട നിലപാട് നഷ്ടപ്പെട്ട ബന്ധങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു തീരുമാനം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് കണ്ണടച്ചേ. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബന്ധങ്ങളിൽ നമുക്ക് തകരാറുകൾ വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള വലിയ തീരുമാനം. ഓ കർത്താവേ, അത് ഞങ്ങളിൽ സംഭവിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സൗഹൃദങ്ങളിൽ, ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ, ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഞങ്ങളുടെ ഏതെങ്കിലും സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ, അത് തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പോൾ 3-ാം ദിനത്തിൽ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തിയ ഈശോയുടെ സാന്നിധ്യം, 3-ാം പക്കം, 3-ാം ദിനം. രണ്ടാമതായിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്ന 3-ാം ദിനം, 3-ാം പക്കം എന്നുള്ളത്, അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ്. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 2, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വചനം. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. എത്രാം ദിവസം? 3-ാം ദിവസം. കാനായിലെ വിവാഹ വിരുന്ന് യോഹന്നാന്റെ ഒക്കെ സുവിശേഷ പ്രകാരം ആദ്യത്തെ അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ കുടുംബങ്ങളിൽ വലിയ ഒരു ലഹരിയായി മാറുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനായിലെ വിവാഹ വിരുന്നിൽ എന്ത് അത്ഭുതമാണ് നടന്നത്?
നമ്മൾ പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ടല്ലേ. ഈശോ വെള്ളം വീഞ്ഞാക്കി, അതുകൊണ്ട് അല്പം വീഞ്ഞു കുടിക്കുന്നതിൽ തെറ്റില്ല. ചിലർ പറയുന്നുണ്ട് ഈശോ നല്ല ഒന്നാം തരം വാറ്റുകാരനായിരുന്നു, അല്ലേ, ഈശോ നല്ല ഒന്നാം തരം സാധനം ഉണ്ടാക്കി, മദ്യപിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നിങ്ങനെ പലതരം വ്യാഖ്യാനങ്ങളൊക്കെ പലരും നടത്തും. ഇങ്ങോട്ട് നോക്കിക്കേ, അതൊന്നുമല്ല ശരിയായ വ്യാഖ്യാനം. ഈശോ സത്യത്തിൽ കാനായിലെ വിവാഹ വിരുന്നിൽ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ, ഈശോ വെള്ളത്തെ വീഞ്ഞാക്കി. വീഞ്ഞ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്, ലഹരിയാണ്. ഈ സ്പിരിറ്റ് എന്താണെന്ന് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ തന്നെ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഉള്ളിലൊരു ലഹരിയുണ്ട്. അവിടെ നിന്നവന്മാർ പറഞ്ഞേ, ഇവന്മാർ മദ്യപിച്ച് ലെക്ക് കെട്ടിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. അപ്പൊ പത്രോസ്ലീഹ പറഞ്ഞു, ശരിയാ, ഞങ്ങളുടെ ഉള്ളിൽ ഒരു ലഹരിയുണ്ട്, പക്ഷേ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന സ്പിരിറ്റ് അല്ല, കടയിൽ നിന്ന് കിട്ടുന്ന സ്പിരിറ്റ് അല്ല, ലഹരിയല്ല, മറിച്ച് ഇത് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. ഇന്നത്തെ ഈ ഈസ്റ്റർ ദിനത്തിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് ഈ ആത്മപകർച്ചയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിൽ. ഇവിടെ എന്നെ കേൾക്കുന്ന ഒട്ടുമുക്കാലും പേര് കല്യാണം കഴിച്ചവരാണ്. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും പേര് നിങ്ങളുടെയൊക്കെ ജീവിതം പരിശുദ്ധ അൾത്താരുടെ മുമ്പിൽ ഇതുപോലെ ഒരിക്കൽ ലഹരിയായി മാറ്റപ്പെട്ടതാണ്, പരിശുദ്ധാത്മാവിന് നിറവായി മാറ്റപ്പെട്ടതാണ്. എന്നാൽ കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന ആ കൃപയൊക്കെ കുറഞ്ഞു. നമ്മൾ വേറെ പല ലഹരികളും അന്വേഷിച്ചു പോയി. ഇപ്പം നമുക്ക് പരിശുദ്ധാത്മാവാകുന്ന ലഹരിയിൽ വലിയ താല്പര്യം ഇല്ലാണ്ട് പോയി. എങ്കിൽ ഈ 3-ാം ദിനം നിന്നോട് വചനം പഠിപ്പിക്കുന്ന കാര്യം, നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളടച്ചേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ നിന്റെ വീട്ടിലെ അവസ്ഥ? കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥിച്ച് ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. എന്നാ നിന്റെ വീട്ടിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വീട്ടിലൊരു പക്ഷേ പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവും. മക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, മക്കളുടെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. കുടുംബ പ്രാർത്ഥന നിന്നുപോയതിൻ്റെ വിഷമമുള്ളവരുണ്ട്. പറഞ്ഞാലൊന്നും ആരും കേൾക്കുന്നില്ല. എല്ലാ ദിവസവും നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കും വക്കാണവും പ്രശ്നങ്ങളും വലിയ ഭാരം വിഷമം അനുഭവിക്കുന്നവരിവിടെയുണ്ട്. ഈ ശുശ്രൂഷ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വസിക്കണം, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് എൻ്റെ കുടുംബത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. 3-ാം ദിനത്തിൽ കാനായിലെ വിവാഹ വിരുന്നിൽ അത്ഭുതം നടന്നതുപോലെ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് എൻ്റെ വീട്ടിലും ഒരത്ഭുതം സംഭവിക്കാൻ കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ദൈവമേ, ഒരിടപെടൽ, ഒരത്ഭുതം എൻ്റെ വീട്ടിൽ ഇപ്പോൾ സംഭവിക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഈശോയെന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ വീട്ടിലേക്ക് കർത്താവ് ഒരു അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവ് ഒരു അത്ഭുതം സംഭവിക്കണമേ. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് സംഭവിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. 3-ാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു 3-ാം ദിനം, 3-ാം പക്കം പഠിപ്പിക്കുന്നത് അത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 61-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26 വേഴ്സ് 61. ഈ ദേവാലയം നശിപ്പിക്കുമെന്നും 3 ദിവസം കൊണ്ട് പുനർനിർമ്മിക്കുമെന്നും എനിക്ക് സാധിക്കുമെന്നും ഇവൻ പറഞ്ഞിട്ടുണ്ട്. ഈശോയെക്കുറിച്ചുള്ളൊരു പരാതിയാണ്. ഈശോയെക്കുറിച്ച് പരാതി പറയാണ്. ഇവനുണ്ടല്ലോ, ഈ ഈശോ 3 ദിവസം കൊണ്ട് നമ്മുടെ ദേവാലയം തകർത്ത് പുനർനിർമ്മിക്കുമെന്ന്. ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേവാലയം, അതായത് ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് അവരുടെ പ്രസ്റ്റീജാണ്. അവൻ എവിടെ പോയാലും പറയുന്നൊരു കാര്യം എന്താ? എനിക്കൊരു ദേവാലയമുണ്ട്, അല്ലേ, എനിക്കൊരു ദേവാലയമുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളുടെ ഇടവക ദേവാലയത്തെക്കുറിച്ച് നിങ്ങൾ വല്ലാണ്ട് അഭിമാനിക്കുന്നവരാവും.
എന്നാൽ യഹൂദൻ്റെ അഭിമാനം അതുപോലെയല്ല. അതവൻ്റെ ഒരു അഹങ്കാരമായിരുന്നു. അതായത് ഞങ്ങൾക്ക് ജെറൂസലേം ദേവാലയമുണ്ട്. അതവരുടെ അഭിമാനമാണ്, അഹങ്കാരമായിരുന്നു. അപ്പോൾ അവരിതിങ്ങനെ വലിയ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ നടക്കുന്നത്. ഞങ്ങൾക്ക് ജെറൂസലേം ദേവാലയമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ അഹങ്കാരത്തിലാണ് ഈശോ ഇടപെട്ടത്. അവൻ്റെ മേന്മ പറച്ചിലാണ് ഈശോ ഇടപെട്ടത്. ഈ മേന്മ പറച്ചിലും ഈ അഹങ്കാരവും 3 ദിവസം കൊണ്ട് തകർക്കപ്പെടുമെന്ന് മാത്രമല്ല, അതിനെ വീണ്ടും പുനരുദ്ധരിക്കും. ഇപ്പോൾ ഉള്ള അവസ്ഥ മാറും, എന്നിട്ട് മറ്റൊന്നായിട്ട് പുനർക്രമീകരിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചേ, നിന്നെക്കുറിച്ച് നാട്ടുകാരെന്ത് പറയുന്നു, നിന്റെ വീട്ടുകാരും കൂട്ടുകാരും എന്തു പറയുന്നു, ഒന്ന് ചിന്തിച്ചോളൂ. ഒരുപക്ഷെ ചിലരുടെയൊക്കെ ഉള്ളിൽ വല്ലാത്ത സങ്കടമുണ്ട്. അയ്യോ, അവരെന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു, അവരെന്നെ താറടിച്ചു, അവരെന്നെ അപമാനിച്ചു, എന്നെ അവഗണിച്ചു, അല്ലേ? നമുക്ക് കിട്ടേണ്ട സ്ഥാനം തന്നില്ല, എപ്പോഴും മാറ്റി നിർത്തി, ഒറ്റപ്പെടുത്തി, വല്ലാത്ത വിഷമം ഉണ്ടാവും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിനക്കുള്ള പേര് ആര് തന്നതാ? നിനക്കുള്ള സൽപ്പേര് ആര് തന്നതാ? ദൈവം തന്നതാണെന്ന്. നമ്മൾ ആർജിച്ചെടുത്തൊന്നുമല്ല, ദൈവം തന്നതേ നിനക്കുള്ളൂ. ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ദൈവം തന്നതേ നിനക്കുള്ളൂ. ദൈവം തന്നതേ നിനക്കുള്ളൂ. പിന്നെ നമ്മൾ സങ്കടപ്പെടണം എന്തിനാ? ദൈവം തന്നതാണെങ്കിൽ അത് വീണ്ടും പുനർക്രമീകരിക്കും. നമുക്ക് അഭിമാനിക്കാനൊന്നും ഇല്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്തിനാ അഭിമാനിക്കുന്നത്? നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ പേരും പ്രശസ്തിയും, വീട്ടുപേര്, എൻ്റെ വീട്, എൻ്റെ ജോലി, ഇതൊക്കെ ആര് തന്നതാ? ദൈവം തന്നതല്ലേ ഉള്ളൂ. ആയതിനാൽ നമുക്കിതിൽ അഭിമാനിക്കാനൊന്നുമില്ല. ദൈവമാണോ തന്നത്? നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നമുക്ക് പുനർക്രമീകരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് നാട്ടുകാരുടെ ഇടയിൽ മതിപ്പില്ലെങ്കിൽ ദൈവം അത് തന്നോളൂ. നിന്നെക്കുറിച്ച് വീട്ടുകാരുടെയും കൂട്ടുകാരുടെ ഇടയിൽ ഒരു മതിപ്പില്ലെങ്കിൽ ദൈവം അത് തന്നുകൊള്ളും. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിനക്ക് തരും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളടച്ചേ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കിക്കേ. നിന്നെക്കുറിച്ച് മറ്റുള്ളവർ ഇല്ലാ കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. നിന്നെക്കുറിച്ച് അനേകം പേര് പലതരത്തിൽ സംസാരിക്കുന്നുണ്ടാവും. ഓ കർത്താവേ, എൻ്റെ ഉള്ളിൽ അനേക വിഷമങ്ങളും സങ്കടങ്ങളും ഭാരങ്ങളുമുണ്ട്. ഉണ്ടായ എല്ലാ അനുഭവങ്ങളും നമ്മൾ എളിമപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്, അഹങ്കാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിശ്വസിച്ചോണം, നമ്മളെ ദൈവം പഠിപ്പിച്ചത്, നമ്മുടെ എല്ലാ കുറവുകളും നമ്മളെ ദൈവം പഠിപ്പിച്ചതാണ്. നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ, നമ്മൾ എളിമപ്പെട്ട് ജീവിക്കാൻ കർത്താവ് വരുത്തിയ ഓരോ അനുഭവങ്ങളാണെന്ന് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ സമയത്തിൽ വിശ്വസിക്കണം. കർത്താവേ, ഞങ്ങളിതാ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഓരോ സംഭവങ്ങളും ഞങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കാനാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നോളമുള്ള ഓരോ അനുഭവങ്ങളും അങ്ങനെയാണ്. ദൈവം നിന്നെ ക്രമീകരിക്കുകയാണ്, നിന്നെ പുനരുദ്ധരിക്കുകയാണ്. നഷ്ടപ്പെട്ട ദൈവം തിരിച്ചു തരും. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാമത്തെ 3-ാം പക്കം, 3-ാം ദിനം. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 40-ാം തിരുവചനമാണ്. അത് യോനായെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ. യേശുവിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ യോനായോടാണ് കണക്ട് ചെയ്യുന്നത്. യോന 3 രാവും പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവർ, യോനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോയവനാണ് യോന. എന്നും ഓർത്തോണേ. എന്നാ ഓർക്കേണ്ടത്? ദൈവം പറഞ്ഞതനുസരിക്കാതെ നിനക്ക് തോന്നിയ വഴി പോയാൽ ഇതുപോലെയുള്ള പല തിമിംഗലങ്ങളും നിന്നെ വിഴുങ്ങും. പല കപ്പലിലും കയറി അത് പൊളിഞ്ഞു വീഴും, നിന്നെ കടലിലിടപെടും. ദൈവം പറഞ്ഞ വഴിക്കാണോ നീയും നിന്റെ കുടുംബവും യാത്ര ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്.
Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാവും അല്ലേ? ആ നാട്ടുകാർ ചിലപ്പോൾ പദ്ധതി ഇടും, നിനക്ക് തന്നെ ഒരു പദ്ധതി തോന്നും. ഇപ്പം നമ്മുടെ മക്കളെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉണ്ടല്ലോ അല്ലേ? 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജർമ്മനിക്ക് പോട്ടെ, ന്യൂസിലൻഡിൽ പോട്ടെ, കാനഡയ്ക്ക് പോട്ടെ, ഓസ്ട്രേലിയക്ക് പോട്ടെ അല്ലേ? ഇനി എവിടെയൊക്കെ പോകാനല്ലേ? എവിടെ വിടണ്ടേ? ഇതാരാണ്? നമ്മുടെ തലയിലിരിക്കുന്ന പദ്ധതിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താന്ന് ചോദിക്കണം. അല്ലാതെ നമ്മുടെ തലയിലിരിക്കുന്ന പദ്ധതിയല്ല എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ഒരു വിവാഹം വരുമ്പോൾ, ആലോചന വരുമ്പോൾ അല്ലേ, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡല്ലേ, എന്താണ് അത്? ചെറുക്കനും പെണ്ണിനും, ഒരു പെണ്ണിന് ഒരു ചെറുക്കനോട് താല്പര്യം തോന്നുന്നു, അത് ഏത് മതമാണെന്നോ അവൻ്റെ അവസ്ഥ അതൊന്നും ചിന്തിക്കത്തില്ല, കല്യാണം കഴിക്കണം. അത് ഉള്ളിലൊരു തോന്നലായിട്ട് അങ്ങോട്ട് കയറും. നീ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യോനായുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു. യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ എന്നുള്ളത് വചനത്തിന്റെ അർത്ഥം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് സഞ്ചരിച്ചേക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റണം. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റണം. ഹല്ലേലൂയ. ഇതാണ് 3ാം ദിനം, 3ാം പക്കം. ഈ യോന നമ്മളെ പഠിപ്പിക്കുന്ന 3ാം പക്കം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളടച്ചേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ നിനക്ക് തോന്നിയ വഴിക്ക് പോയോ? എന്താണ് അവസ്ഥ? കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇന്നോളമുള്ള വഴികളിൽ എനിക്ക് പറ്റിയ തെറ്റുകൾ സമർപ്പിക്കുന്നു. കർത്താവെ, പലപ്പോഴും എനിക്ക് തോന്നിയതുപോലെ, എൻ്റെ ശരീരം പറഞ്ഞതുപോലെ, എൻ്റെ മനസ്സിലെ വികാരങ്ങൾക്കനുസരിച്ച് പലതും ഞാൻ പ്രവർത്തിച്ചു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കൃപ തരണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. Ruhaye, Ruhaye, Tinawayi.